ഇതുകൊണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി നർഷുവിനെ നമ്മുടെ ചക്കച്ചോളം കൊണ്ട് ഒരു അപ്പാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് അല്ല ഷു നല്ല അടിപൊളി അപ്പാണ്. അപ്പൊ കുറച്ച് ചക്കര ചോളയിലൊന്ന് ഇരിഞ്ഞു കിട്ടാൻ അല്ലേ? നല്ല മൂത്ത ചക്കയാണ് കേട്ടാ. ഞാനും അച്ഛനും പറ്റി പത്തോളം അച്ഛൻ തറവാട്ടിൽ പോയി വേഗം പരിപാടി നോക്കാം അല്ലേ? ചോളയിലും പുറത്തെടുത്ത് വെച്ചിട്ടില്ല, ഒരു കൂടി അവിടെ വെച്ചിട്ടെ ഇതേപോലെ. അപ്പൊ ഇതിന് ലതക്ക് കൊടുക്കാൻ അല്ല ഇനി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതാ ഏതാ ഇതാ ഇതാ കറിയാക്കിയാ എന്താ കറി? വെള്ളപ്പാവാക്കിനാ? അപ്പൊ നമ്മുടെ ചക്കച്ചോള ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ടേ. ഇതൊന്ന് വേവിച്ചെടുക്കണം. പറ്റിക്കാൻ വേവിട്ടല്ല. ഇന്ന് ചായക്ക് കടിയൊന്നും ഉണ്ടായിട്ടാ വൈകുന്നേരം. എല്ലാവർക്കും വിശപ്പുണ്ട് അല്ലേ? നല്ല മഴയും പെയ്യുന്നു. അതെയാ അതെയാ അപ്പൊ അങ്ങനെ ഉണ്ടല്ലേ? വിട്ടാ വിട്ടണ്ട വേണ്ട ഇനി ഏതായാലും എന്നാ പിന്നെ ഇത് കളയല്ല, ഞാൻ തിന്നോളാം. നഷുവിന് വേണോ? നഷുവാന്ന് അപ്പ ഇരിക്കുന്നുണ്ട്, നവല് ഇരിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഇതാദ്യം ഒന്ന് വേവട്ടെ. വന്നിട്ടേ അപ്പൊ നമ്മുടെ ചക്ക ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വെല്ലം ഇവിടെ ഉരുകാൻ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് ശർക്കരക്ക് വെല്ലം എന്ന് പറയല്ലേ. ഇത് ശരിക്കും ശർക്കര അല്ല അല്ലേ? ശർക്കര വേറെ സാധനല്ലേ? ഉരുണ്ടയല്ലേ? ഉണ്ട. നമ്മൾ കണ്ണൂരും കൂട്ടി വെല്ലം എന്നാ പറയല്ലേ അല്ലേ? അപ്പൊ ഇനി നമ്മുടെ ചക്കച്ചുള ഒന്ന് തണിഞ്ഞിട്ട് അരച്ചെടുക്കണം. നല്ല പൊട്ടി ചക്കച്ചുള നമുക്ക് നക്ഷത്രക്ക് വേണം പറഞ്ഞിട്ടുണ്ട്. ഒരു ചുള രസമുണ്ടാ? ഉപ്പിടാനോ ചോദിച്ചതാണ്. അപ്പൊ നമ്മുടെ ചക്കയിൽ നല്ല വൃത്തി തണിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വെല്ലപ്പാവ് ഒന്ന് അരിച്ചു വയ്ക്കും. ഇതിലൊക്കെ കല്ലെല്ലാം ഉണ്ടാവില്ല ചില. ഇനി ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് ഉടച്ചു വയ്ക്കാം. ഇതിലേക്ക് ഇനി ഒരു ചെറിയ കപ്പ് ഗോതമ്പ് പൊടിയെ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ചക്കയും ഗോതമ്പ് പൊടി മുട്ടയും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇത് നല്ല വൃത്തി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്താ ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് റവയും കൂടി ഇടുന്നുണ്ട്. കുറച്ച് നമ്മുടെ അപ്പക്കാരെ കുറച്ച് ദേശം കുറച്ച് ഉപ്പിടുന്നുണ്ട്. നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്.
ഒന്നുകൂടെ ഒന്ന് മിക്സ് ഇട്ട് ഒന്ന് കറക്കി എടുക്കാം അല്ലേ. ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു 3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ അപ്പക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടി പറയും. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിനി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് കുറേശ്ശെ വെളിച്ചെണ്ണാക്കണേ. ഇനി തട്ടിലേക്ക് നമ്മുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കുക. പച്ചച്ചക്ക അല്ലേ. പച്ചച്ചക്ക കൂട്ട്. ഇനി അടച്ചു കൊടുക്കാൻ വേവിട്ട്. ഇതിലേക്ക് വേണം നമുക്ക് കറുത്തുള്ളൂടെ ഡെക്കറേഷന് വേണ്ടിയിട്ട്. അതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നമുക്ക് ഇല്ലാതാനും വേവിട്ടെ. ബന്ധു അല്ലേ, ബന്ധിട്ടുണ്ട്. കുറച്ച് സമയം തണിയാൻ വെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് മറ്റേ തട്ടി ഇത് അല്ലേ. വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ? തടി വെച്ചിനെ വെളിച്ചെണ്ണ തടി വെച്ചിട്ടുണ്ടേ. അപ്പൊ ഇത് പോയിട്ട് ഇത് തന്നെയോ. അപ്പൊ നമ്മൾ ആദ്യത്തെ പച്ചച്ചക്ക ചോള അപ്പം എന്ന് പറയാ. ഇത് എടുത്തു നോക്കട്ടെ. തണിഞ്ഞിട്ടുണ്ട്. ഇളക്കിയെടുക്കട്ടെ. കിട്ടും കിട്ടും. മറച്ചോളൂ. ആ ഉണ്ടാ. സംഭവം അടിപൊളി. നല്ല മണം അല്ലേ. ഇത് ആദ്യത്തെ ട്രിപ്പാന്നേ. ഇതാവുന്നത്രേ. എല്ലാവർക്കും കൊതി മൂത്തും. അടുത്തത് ടേസ്റ്റ് നോക്കട്ടെ. നഷു കിടന്നുറങ്ങിയിട്ടായി. നവലയുടെ പൊതിച്ചിട്ട് കത്തിയിട്ടുണ്ട്. അവിടെ നോക്കിയാ നീ അടുത്തൊന്ന് എന്നിട്ട് നഷു ഉറങ്ങിയിട്ടായില്ലേ. ഉണ്ടാ. അപ്പോ പച്ചച്ചക്ക ചോള ഇപ്പം ചക്ക ചിലക്കെല്ലാം ഉണ്ടാവും. എനിക്കധികം പുതിയായിട്ട് അതായിരിക്കും തോന്നുന്നു. അപ്പൊ ചൊളി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആക്കി നോക്കിക്കോ. സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ തിന്നു നോക്കിയിട്ടാ. ഞാൻ തിന്നു നോക്കല.
നോക്കട്ടെ. സംഭവം അടിപൊളിയാ. ഇങ്ങോട്ട് വാ. വിചാരിക്കുന്ന പോലെ അല്ലേ സംഭവം സൂപ്പർ കേട്ടാ. ഇത് ആരും മെനു വരുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സംഭവം സൂപ്പർ ആയിക്കോട്ടെ. നല്ല സോഫ്റ്റ് അല്ലേ? ബാക്കിയിരുന്ന ആദ്യം തന്നെ എല്ലാവർക്കും കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, ബൈക്ക് കൊടുക്കണം, ആശ്രമം ഉണ്ട്.